ഇത് നമുക്ക് തേങ്ങ കൊത്തല ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു കടല ഫ്രൈ ഉണ്ടാക്കി എടുത്താലോ. കനത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെയാണ് കേട്ടാ ഇന്ന് കടല ഫ്രൈ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് കടല വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വൃത്തി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേനും മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കി പരിപാടി നമുക്ക് സെറ്റാക്കാം. ചെണ്ണയിൽ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തേങ്ങാക്കൊത്തും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടാ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അടുത്തതായിട്ട് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മളെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ, കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടാ. ഇന്ന് ഞാൻ രാവിലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല ചൂട് കട്ടൻ ചായയും കടല ഫ്രൈയും നല്ല കോമ്പിനേഷൻ ആണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. നമ്മളെ ലഘുകൂട്ടൻ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, മറക്കണ്ട.